കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത് വീണ്ടും വിശ്വാസത്തെക്കുറിച്ച് തന്നെയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് പിതാവിനോട് യേശുക്രിസ്തു മൂലം സമാധാനമുണ്ട്. 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീം 3-4 അധ്യായത്തിൻ്റെ ഒരു 21 മുതൽ നമ്മൾ 4-ാം അധ്യായം തീരുന്നത് വരെ പൗലോസ് എംഫസൈസ് ചെയ്ത് ഊന്നി പറയുന്നൊരു കാര്യമാണ്, നീതി ഒരാൾക്ക് ലഭിക്കുന്നത് വിശ്വാസത്താൽ മാത്രമാണ്, അത് പ്രവൃത്തിയാലല്ല. അങ്ങനെ നമ്മൾ ഊന്നി പറയുമ്പോൾ പല ആളുകൾക്ക് സംശയം തോന്നും, പ്രവർത്തിക്കാത്ത ഒരാളെ എങ്ങനെ നീതിമാനെന്ന് വിളിക്കും? പ്രവൃത്തിയില്ലാതെ എങ്ങനെ നീതി ഉണ്ടാകും? ഇങ്ങനൊരു ചോദ്യം അനേകം ആളുകളുടെ ഉള്ളിൽ വരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് പല സാഹചര്യങ്ങളിൽ വളർന്നു വന്ന ആളുകളാണ് നമ്മുടെ ചുറ്റും ജീവിക്കുന്നത്. ഒരു വിവാഹം കഴിയുമ്പോൾ ഭർത്താവും ഭാര്യയും ഒരേ സാഹചര്യത്തിൽ വന്നവരല്ല, പല സാഹചര്യങ്ങളിൽ വന്നവരാണ്. അവരുടെ ബ്രിങ്ങപ്പ് വേറെയാണ്, അവർക്ക് കിട്ടിയ പേരൻ്റൽ കെയർ വ്യത്യസ്തമാണ്, അവർ ദേഷ്യപ്പെടുന്നത് ഒരുപോലെയല്ല, അവർ ഇഷ്ടപ്പെടുന്നത് ഒരുപോലെയല്ല. അപ്പോൾ ഓരോ വ്യക്തിയുടെയും പ്രവൃത്തികൾ നോക്കിയാൽ അതെല്ലാം അവർ വളർന്നു വന്ന സാഹചര്യം, അവരുടെ പാരമ്പര്യം, ഇങ്ങനെയുള്ള ഒത്തിരി ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആ തീരുമാനങ്ങളിലുണ്ട്, അല്ലെങ്കിൽ പെരുമാറ്റങ്ങളിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലർ ഡിപ്രഷൻ പോലുള്ള മാനസികാവസ്ഥകൾക്ക് വിധേയരായിരിക്കും. അവർക്ക് ഉദ്ദേശിക്കുന്ന പ്രവൃത്തി വെളിയിൽ കൊണ്ടുവരാൻ സാധിച്ചെന്ന് വരികയില്ല. അപ്പോൾ ദൈവം ചില ആളുകളെ പ്രവൃത്തി നോക്കി രക്ഷിച്ചു കഴിഞ്ഞാൽ, ഈ പ്രവർത്തിക്കാൻ പറ്റാത്ത ആളുകൾ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ വളരാത്ത പാപികളായി വളരെ നാൾ ജീവിക്കുന്ന ആളുകൾ, അവർക്ക് പെട്ടെന്ന് ഞാൻ നന്നായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെ എളുപ്പമാണോന്നില്ല. അപ്പോൾ പ്രവൃത്തി എന്ന് നോക്കി ഒരാൾ നല്ല ആളാണോ ചീത്ത ആളാണോ എന്ന് പറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന്, നല്ലൊരു കുടുംബത്തിൽ പിറന്ന ഒരാൾ, നല്ല സാഹചര്യത്തിൽ നല്ല ശിക്ഷണം കിട്ടി വളർന്ന ഒരാൾ, ആ ഒരാൾ പെരുമാറുന്നത് പോലെ തെരുവിൽ വളർന്ന ഒരാൾക്ക് പെരുമാറാൻ പറ്റണമെന്നില്ല. കാരണം അയാൾക്ക് കിട്ടിയ ഇൻസൈറ്റുകളെല്ലാം വേറെയാണ്, അയാൾക്ക് കിട്ടിയ ജീവിത മര്യാദകൾ വേറെയാണ്. അപ്പോൾ ദൈവം ഈ നല്ല കുടുംബത്തിൽ പിറന്നവരെയും ചെറുപ്പം തൊട്ട് നന്മ പരിശീലിച്ചവരെല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോവുകയും അങ്ങനൊരു അവസരം കിട്ടാതെ തെരുവിൽ കിടന്നവരെ പാപികളിൽ നിന്ന് വിധിക്കുകയും ചെയ്താൽ ഇതെത്ര കഷ്ടമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക. അത് തീർത്തും അനീതിയായിരിക്കും. അപ്പോൾ ദൈവം തീരുമാനിക്കുകയാണ്, ഞാൻ എല്ലാവരെയും നീതിമാന്മാരാക്കാൻ വേണ്ടി, വിശ്വസിക്കുന്ന എല്ലാവരെയും നീതിമാന്മാരാക്കാൻ വേണ്ടി സകലരെയും പാപത്തിന് കീഴെ അടച്ചു കളയാൻ തീരുമാനിച്ചു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? എല്ലാവരെയും പാപികളാക്കാൻ വേണ്ടി ഉന്നതമായ ദൈവത്തിൻ്റെ പ്രമാണത്തെ വെളിപ്പെടുത്തിയപ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെ പാപികളായി മാറി. ഇതാണ് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ന്യായപ്രമാണം സകല മനുഷ്യരെയും ഒരുപോലെ പാപത്തിന് കീഴാക്കുന്നു. എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വസിക്കുന്നവർ അവരെ ഞാൻ നീതിമാനാക്കാം എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നു. ഇതാണ് 3-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരാളെ ശരിക്കും നീതിമാനാക്കുന്നത് ഒരാളുടെ പ്രവൃത്തിയല്ല, അയാളുടെ ഹൃദയമാണ്. ഒത്തിരി പ്രവൃത്തി ചെയ്യുന്നയാളും ഹൃദയത്തിൽ കയ്പ് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് നീതിയല്ല. എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായിരിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നീതിയാണ്. ഒരു ഭിക്ഷക്കാരന് 100 രൂപ 500 രൂപ കൊടുക്കുന്നതല്ല നീതി. ആ ഭിക്ഷക്കാരനെ കാണുമ്പോൾ സ്വന്തം സഹോദരനെ പോലെ തോന്നുന്നതാണ് നീതി. അത് ദൈവം പുതുക്കിയ ഒരു ഹൃദയത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ദൈവം നീതിമാനെ എന്ന് വിളിക്കുന്നത് കുറച്ച് പ്രവൃത്തികൾ ചെയ്ത് കൂട്ടുന്നവരല്ല. ദൈവം നീതിമാനെ എന്ന് വിളിക്കുന്നത് അവൻ്റെ ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ട ആൾക്കാരെയാണ്, ക്രിസ്തുവിന് അനുരൂപമായി പുതുതായി സൃഷ്ടിക്കപ്പെട്ട ആൾക്കാരെയാണ്. അതുകൊണ്ടാണ് ഇത് വിശ്വാസത്താലാണ് എന്ന് പറയുന്നത്. ദൈവമാണ് നമ്മളെ നീതിമാന്മാരാക്കുന്നതിൻ്റെ ഉത്തരവാദി. കാരണം അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നമുക്ക് ആ പുതിയ കാഴ്ചയിലേക്ക്, യേശുവിൻ്റെ കണ്ണുകൾ എങ്ങനെ ഈ ലോകത്തെ കണ്ടു, ആ കാഴ്ചയിലേക്ക് ആത്മാവ് നമ്മളെ നടത്തുന്നു. ഇങ്ങനെയാണ് ദൈവം നീതിമാന്മാരെ സൃഷ്ടിക്കുന്നത്. ന്യായപ്രമാണം കൊണ്ടല്ല, ആത്മാവ് കൊണ്ട്. ആത്മാവിൻ്റെ വിശുദ്ധീകരണമാണ് ഒരു മനുഷ്യനെ പ്രാക്ടിക്കലി നീതിമാനാക്കി മാറ്റുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നു 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, പ്രവൃത്തിയായിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകുമായിരുന്നില്ല, എന്നാൽ ഹൃദയത്തെ മാറ്റിക്കൊണ്ട് വിശ്വാസം അതിനുള്ളിൽ തന്നുകൊണ്ട് ദൈവം വിശ്വസിക്കുന്ന എല്ലാവരെയും ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഓരോരുത്തരിലും ക്രിസ്തുവിൻ്റെ നീതി നിറവേറ്റി അവനെ നീതിമാനെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ വിശ്വാസത്താലുള്ള നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. ദൈവം അങ്ങനെയാണ് നീതിമാനായി വെളിപ്പെടുന്നത്. കാരണം ഹൃദയ പരിവർത്തനത്താലല്ലാതെ, ഹൃദയം നന്നാകാതെ ആർക്കും നീതിമാനാകാൻ സാധിക്കില്ല. നമ്മൾ സാധാരണ പറയുന്ന പോലെ പാപിയായി ജനിക്കുന്നതുകൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്, പാപം ചെയ്ത് പാപിയാകുന്നതല്ല. അതുപോലെ തന്നെ നീതി ചെയ്ത് ആർക്കും നീതിമാനാകാൻ സാധിക്കില്ല. അവൻ നീതിമാനായി വീണ്ടും ജനിക്കുന്നതുകൊണ്ട്, ആത്മാവിനാൽ വീണ്ടും ജനിക്കുന്നതുകൊണ്ടാണ് അവൻ നീതിമാനാകുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മെ ദൈവം നീതിമാനെന്ന് വിളിച്ചിരിക്കുന്നത് അവൻ്റെ കൃപ മാത്രമാണ്. അവൻ നമ്മുടെ ഹൃദയത്തിൽ നടത്തിയ പരിവർത്തനമാണ്, വീണ്ടും ജനനമാണ്. ആത്മാവ് നമ്മുടെ ഹൃദയത്തെ തുറന്നതാണ്. അതുകൊണ്ട് നമ്മെ നീതിമാന്മാരെന്ന് വിളിച്ചതിൽ മനുഷ്യന് പ്രശംസിക്കാനൊന്നുമില്ല. സകല സ്തുതിയും മഹത്വവും നമുക്ക് ദൈവത്തിന് കരയറ്റും.